നല്ല പ്രതീക്ഷയുണ്ട്. വളരെ ശുഭാപ്തി വിശ്വാസം. രാവിലെ എനിക്ക് കിട്ടിയിട്ടുള്ള എല്ലാ സന്ദേശങ്ങളും എല്ലാം പോസിറ്റീവാണ്. റെസ്പോൺസിബിലിറ്റി ഇവിടെ കൂട്ടുന്നുണ്ട്. നമുക്ക് ആളുകൾക്ക് ചെയ്തു കൊടുക്കേണ്ടതായിട്ടുള്ള കുറച്ച് വാഗ്ദാനങ്ങൾ അത് പൂർണ്ണമായിട്ട് പാലിക്കപ്പെടണം. വികസനം എന്ന് പറയുന്നത് കുറച്ചും കൂടി കൂടുതൽ ആത്മാർത്ഥതയും കൂടുതൽ ഒരു ഡെഡിക്കേഷനും വേണ്ട ഒരു കാര്യമാണ്. അല്ലല്ല, കാശൊന്നും കൊടുത്തിട്ടില്ലല്ലോ. അത് നമ്മൾ തെളിയിക്കാൻ പറ്റിയിട്ടില്ല. ഒരു പത്രവാർത്ത ക്രിയേറ്റ് ചെയ്യുന്നത് ഒരു നെഗറ്റിവിറ്റി ഉണ്ടാക്കി. എന്റെ കാര്യത്തിലും അങ്ങനെ ആയിട്ടുണ്ട്. ഒരുപാട് നെഗറ്റീവ് പത്രവാർത്തകൾ BJP ഇങ്ങനെ ഉയർന്നു വരുന്നത് കണ്ട് ഭയപ്പെടുന്ന ആൾക്കാർ തീർച്ചയായിട്ടും ആരോപണങ്ങൾ ഉണ്ടാക്കും. അത് മാധ്യമങ്ങളിൽ പ്രതികരിക്കാൻ റെഡിയായിട്ട് വന്നതാ. മോൻ കാണട്ടെ, ശകലം താത്തിക്കോ. മേഡം, അതിശക്തമായ പോരാട്ടമാണ്. എത്രത്തോളാണ് പ്രതീക്ഷ? നല്ല പ്രതീക്ഷയുണ്ട്. വളരെ ശുഭാപ്തി വിശ്വാസം. രാവിലെ എനിക്ക് കിട്ടിയിട്ടുള്ള എല്ലാ സന്ദേശങ്ങളും എല്ലാം പോസിറ്റീവാണ്. എന്റെ പ്രകൃതിയിൽ നിന്ന് കിട്ടുന്ന സന്ദേശം, അമ്പലത്തിൽ പോയപ്പോൾ കിട്ടിയ ഒരു സന്ദേശം എല്ലാം വളരെ വളരെ പോസിറ്റീവാണ്. ഇനിയിപ്പോ രാവിലെ വോട്ട് ചെയ്ത് മറ്റു ബൂത്തുകളിലേക്ക് പോകും. അതെ, ഞാൻ വിചാരിച്ചെന്റെ ഈ ഒരു കാര്യം തീർത്തു കഴിഞ്ഞ പിന്നെ ഇടയ്ക്ക് ഇവിടെ മാറണ്ടല്ലോ. ഒരുപാട് ബൂത്തുകളുണ്ട് കവർ ചെയ്യാൻ. 209 ബൂത്തുകളാണ് എന്റെ നിയോജക മണ്ഡലത്തിലുള്ളത്. അപ്പൊ ഏകദേശം എന്റെ അപ്പം 4 സ്ഥലങ്ങളിൽ പോകണം എനിക്ക്. അപ്പൊ അതില് 50-60 സ്ഥലങ്ങളുണ്ട്. അത് നടക്കട്ടെ. ഈ മണ്ഡലത്തിൽ മാത്രമല്ല, മൊത്തത്തിൽ നോക്കിയാലും വലിയ പ്രതീക്ഷയോടെയാണ് തീർച്ചയായും. ജനം ഈ വികസനം ആഗ്രഹിക്കുന്നു, ഒരു മാറ്റം ആഗ്രഹിക്കുന്നു. മതിയായി എന്നുള്ള, ഇപ്പോഴത്തെ ഈ ഒരു സിസ്റ്റം മതിയായി എന്നുള്ള ഒരു ആഗ്രഹം ജനങ്ങൾ പ്രകടിപ്പിക്കുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് തീർച്ചയായിട്ടും ജനം ഇന്ത്യക്ക് ഫേവറബിൾ ആയിട്ട് തന്നെ വോട്ട് ചെയ്യുന്നതാണ് വലിയ ഒരു പ്രതീക്ഷ. പലയിടങ്ങളിലും അക്കൗണ്ട് തുറക്കും. തീർച്ചയായിട്ടും തുറക്കും. വട്ടിയൂർക്കാവിലെ സ്ഥാനാർത്ഥിയായ അങ്ങേക്ക് തിരുവനന്തപുരം സെൻട്രലാണ് വോട്ട്. എങ്ങനെയാണ് തിരുവനന്തപുരത്ത് മത്സരം വരുന്നത്? അതെ, അത് നന്നായിട്ട് പോകുന്നുണ്ട്. കാരണം എനിക്ക് മാത്രമല്ല, എന്റെ എല്ലാ ബന്ധുക്കൾക്കും കുറെ അധികം വോട്ട് തിരുവനന്തപുരത്തുണ്ട്. തിരുവനന്തപുരം മണ്ഡലത്തിലെ കരമന അങ്ങനെ ബന്ധുജനങ്ങൾ ഇങ്ങനെ വികസിച്ച് കിടക്കാം. തിരുവനന്തപുരത്തെ അച്ഛന്റെ അമ്മയുടെയും കുടുംബ വീടാണ്, അപ്പൂപ്പന്റെ അമ്മയുടെ ഒക്കെ കുടുംബ വീടുകളുണ്ട്. അപ്പൊ അതുകൊണ്ട് വലിയ ഒരു വോട്ടിന്റെ വർധനവ് എന്തിലേക്ക് ഉണ്ടാവും. കോർപ്പറേഷനിലേക്ക് അതിലപ്പുറം പ്രതീക്ഷിക്കാന്നാണ് ഇപ്പൊ പറയുന്നത്. കോർപ്പറേഷനിൽ നടന്ന തെരഞ്ഞെടുപ്പ് നിയമസഭയിലേക്ക് മത്സരിക്കുമ്പോൾ തോന്നുന്ന ഫീൽ എന്താ? എങ്ങനെയാ അതിന്റെ മാറ്റം ഫീൽ ചെയ്യുന്നത്? ഒരുപാട് മാറ്റമുണ്ട്, ഒരുപാട് മാറ്റം. അത് പ്രചാരണത്തിന് പോലും വളരെയധികം മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട്. കുറച്ചും കൂടി സമയക്കുറവുണ്ട്, ആയാസകരമായിരുന്നു. പിന്നെ കുറച്ചുകൂടി കൂടുതൽ ഏരിയ കവർ ചെയ്യേണ്ടി വരും. പക്ഷെ എനിക്ക് തോന്നുന്നു നിയമസഭയിലേക്ക് വരുമ്പോൾ നമ്മുടെ റെസ്പോൺസിബിലിറ്റി ഇവിടെ കൂട്ടുന്നുണ്ട്. നമുക്ക് ആളുകൾക്ക് ചെയ്തു കൊടുക്കേണ്ടതായിട്ടുള്ള കുറച്ച് വാഗ്ദാനങ്ങൾ അത് പൂർണ്ണമായിട്ട് പാലിക്കപ്പെടണം. വികസനം എന്ന് പറയുന്നത് കുറച്ചും കൂടി ഒരു കൂടുതൽ ആത്മാർത്ഥതയും കൂടുതൽ ഒരു ഡെഡിക്കേഷനും വേണ്ട ഒരു കാര്യമാണ്. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഞാൻ പറയാവുന്ന രീതിയിലൊക്കെ ജനങ്ങളോട് പറഞ്ഞ് പഠിപ്പിച്ചിട്ടുണ്ട്. പക്ഷെ ഇത് ചെയ്യുകയും കൂടെ വേണം. അപ്പൊ ആ പ്രവൃത്തിക്ക് ഒരു മുന്നൊരുക്കങ്ങൾ നടത്തേണ്ടി. പാലക്കാട്ടെ NDA സ്ഥാനാർത്ഥി ശോഭാ സുരേന്ദ്രന്റെ ഇഷ്യൂ പൊതുവിൽ സംസ്ഥാനത്തെ NDA ബാധിക്കുമെന്ന് തോന്നുന്നുണ്ടോ? തീർച്ചയായിട്ടും ഇല്ല. ശോഭാ സുരേന്ദ്രൻ അതൊരു ഹൈപ്പായി. അവസാന നിമിഷം ആ ശോഭയ്ക്ക് നല്ല ഒരു നിങ്ങളെല്ലാവരും പ്രശസ്തി കൊടുത്തു. അതുകൊണ്ട് ചിലപ്പോ കൂടും പോട്ടെ. അല്ല, ഈ കാശ് കൊടുക്കുന്നത് ഹൈപ്പ് എന്നാണെന്ന് പറയുന്നത്? അല്ലല്ല, കാശൊന്നും കൊടുത്തിട്ടില്ലല്ലോ. അത് നമ്മൾ തെളിയിക്കാൻ പറ്റിയിട്ടില്ല. ഒരു പത്രവാർത്ത ക്രിയേറ്റ് ചെയ്യുന്നത് ഒരു നെഗറ്റിവിറ്റി ഉണ്ടാക്കി. എന്റെ കാര്യത്തിലും അങ്ങനെ ആയിട്ടുണ്ട്. ഒരുപാട് നെഗറ്റീവ് പത്രവാർത്തകൾ അത് ഞാനിപ്പോ അതിനെപ്പറ്റി പ്രതികരിക്കുന്നില്ല. അത് പാർട്ടിയും ശോഭയും ഓൾറെഡി പ്രതികരിച്ച് അതിനൊരു ഡിഫൻസ് ഉണ്ടാക്കിയിട്ടുണ്ട്. അത് ജനം വിശ്വസിക്കുന്നുണ്ട്, ഞാനും അത് വിശ്വസിക്കുന്നു. ശോഭ ഒരിക്കലും അങ്ങനെ ചെയ്യില്ല. രാഷ്ട്രീയ പാർട്ടി പുത്തരി ഒന്നും അല്ലല്ലോ ശോഭയ്ക്ക്. വളരെയധികം ഒരുപാട് നാളായിട്ട് ഈ രാഷ്ട്രീയ ഫീൽഡിൽ നിൽക്കുന്ന ഒരാൾ, ഒരുപാട് മത്സരങ്ങൾ നേരിട്ടിട്ടുള്ള ഒരാൾ അങ്ങനെ ഒരു വിഡിത്തം ചെയ്യുമോ? അതുമല്ല, അങ്ങനെ ചെയ്യും എന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് ക്യാമറ ആളും കൂട്ടി പുറകെ നടക്കുമോ? 2 ദിവസമായിട്ട് പുറകെ നടന്ന് പിടിക്കാൻ വേണ്ടിയിട്ട് എന്താ അവർക്ക്, കോൺഗ്രസ്സുകാർക്ക് എന്താ പുറകെ നടന്നിങ്ങനെ ഒരു സംഭവം ഉണ്ടാകുന്ന ഉറപ്പുള്ളത് പോലെ ഇത്രയും പരിചയമുള്ള ഒരു കാൻഡിഡേറ്റ് പൈസ ഉണ്ട്. അത് ആര് കൊടുത്തു എന്നുള്ളതാണ്. നോക്കട്ടെ, എനിക്ക് അതിനെപ്പറ്റി പറയാൻ ആഗ്രഹമില്ല. ഞാൻ എന്റെ കാര്യം പറയട്ടെ. അല്ല, അതൊക്കെ തെളിയിക്കുന്നേ. നമ്മൾ കേസ് അന്വേഷിക്കുവാണല്ലോ. കളക്ടർ അന്വേഷണ റിപ്പോർട്ട് കൊടുത്ത് കേസ് അന്വേഷിക്കുന്നത് അതൊക്കെ തെളിയും. സത്യം മനസ്സിലാവും എല്ലാവർക്കും. ആവുമല്ലോ. BJP ഇല്ലല്ല, BJP ഇങ്ങനെ ഉയർന്നു വരുന്നത് കണ്ട് ഭയപ്പെടുന്ന ആൾക്കാർ തീർച്ചയായിട്ടും ആരോപണങ്ങൾ ഉണ്ടാക്കും. അത് മാധ്യമങ്ങൾ ഏറ്റുപിടിക്കുകയും ചെയ്യും. അതങ്ങനെയാണ് എന്റെ
ഈ വർഷങ്ങളായിട്ട് 70-79 വർഷങ്ങളായിട്ട് നമ്മൾ കണ്ടുവരുന്നത് എന്ത് കഷ്ടപ്പെട്ടിട്ടാണ് ഭാരതീയ ജനതാ പാർട്ടി കേരളത്തിലൊരു ഉയർച്ച ഉണ്ടാകുന്നത്. അതിന് സമ്മതിക്കില്ല അവർ. അതായത് ഉയർച്ചയിലുള്ള വിമർശനം മാത്രമാണ് ആരോപണം. പാർട്ടിയുടെ ഉയർച്ചയിലുള്ള ആരോപണ വിമർശനം മാത്രമായിട്ടാണ് കാണുന്നത്. ഒരു പേടി, ഒരു ചില കക്ഷികൾക്കുള്ള തൽപര കക്ഷികൾക്കുള്ള ഒരു ഭീതി, ആ ഭീതി കാരണം ഇങ്ങനെ വിമർശനങ്ങൾ ഉണ്ടായിക്കൊണ്ടേയിരിക്കും. പക്ഷെ അതൊക്കെ അതിജീവിച്ച് മുന്നേറുന്ന ഒരു പാർട്ടിയാണ് ഭാരതീയ ജനതാ പാർട്ടി. അതുകൊണ്ട് ഇതിലൊന്നും ഞങ്ങൾക്ക് ഭയവും ഇല്ല, തളർത്താനും ആവില്ല. വട്ടിയൂർക്കാവിൽ ആർ ശ്രീലേഖയ്ക്ക് അനുകൂലമായി മോദി എഫക്ട് ഉണ്ടോ? നരേന്ദ്രമോദി അടുത്താണ് റോഡ് പിടിച്ച് നിർത്തിയത്. മോദിജിയുടെ ബഹനാണ് ഞാൻ, ചോട്ടി ബഹൻ. അങ്ങനെ തന്നെയാണ് എന്റെ വിശ്വാസം. തീർച്ചയായിട്ടും അത് നല്ല ഒരു ഇഫക്റ്റ്. അവർ പ്രതീക്ഷിച്ചോട്ടെ, അവരുടെ ആഗ്രഹമല്ലേ, പ്രതീക്ഷിച്ചോട്ടെ. ഞാൻ വളരെ നല്ല രീതിയിൽ ചെയ്യും, അത് എനിക്ക് ഉറപ്പാണ്. ക്ഷേത്ര ദർശനമൊക്കെ നടത്തി എവിടെയാണ് പോയത്?